നല്ല മടി പിടിച്ച ദിവസങ്ങളിൽ ചെയ്ത് വെക്കാൻ പറ്റും നല്ല അടിപൊളി ചോറിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചോറിൽ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അത് മാത്രം മതി നമുക്ക് ഈ ഒരു ചോറ് തിന്നാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി, 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറ് കയറ്റി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് പൊന്നി അരിയാണ് എടുത്തത്, അതുകൊണ്ടാണ് 1 ഗ്ലാസ് തേങ്ങ എടുത്തത്. അപ്പോൾ അരി എടുക്കുന്നതിൻ്റെ പകുതി അളവിലാണ് തേങ്ങ എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തത് ആശീർവാദിൻ്റെ അരിയാണ്. ഏത് പൊന്നി അരിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മറവി നമ്മളെ കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെ ആ ഒരു തക്കാളിയൊക്കെ വാറ്റുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾ, മുളക് ഇത്തിരി 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങയോടൊപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മറന്നു പോയതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ടെൻഷനേ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പുറത്ത് നമ്മൾ ചെറു ചൂടുവെള്ളം കരുതി വെച്ചാൽ മതി. വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക. നമ്മളൊന്ന് നല്ലപോലെ തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സ്മെല്ല്, നല്ല രുചി. കുറേ മസാലയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ലെങ്കിൽ പോലും നല്ല രുചിയിൽ നല്ല തേങ്ങാച്ചോറാക്കി കിട്ടും കേട്ടോ. പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും തേങ്ങാച്ചോറ് വെക്കുന്നുണ്ട്. ഒരു സിമ്പിൾ വേർഷൻ, കുറേ ജീരകമോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ നല്ല ഫ്ലേവറായിട്ട് കിട്ടുന്നൊരു തേങ്ങാച്ചോറാണ്. ഇതിനിപ്പോൾ നമുക്ക് നാരങ്ങാച്ചാറോ ഒരു മാങ്ങാച്ചാറോ ഒരു ഈത്തപ്പഴച്ചാറോ ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു അച്ചാർ അത് മതി. ഇനിയിപ്പോൾ റൈത്ത ഉണ്ടെങ്കിലും ഓക്കെ. പക്ഷേ നമുക്കിവിടെ ഇല്ലേ തേങ്ങാച്ചോറിനൊപ്പം ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാച്ചോറിനൊപ്പം ബീഫ് സൈഡാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാനധികം ലഞ്ച് ബോക്സിൽ ഈ ഒരു രാവിലെ ചിലപ്പോൾ നമുക്ക് അധികം ഒന്നിനും കഴിയില്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു ചോറ് വെച്ചിട്ട് ജസ്റ്റ് ഒരു അച്ചാർ ഇട്ടിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് കൊടുത്തയക്കലുണ്ട്. അപ്പോൾ കുട്ടികൾ കാലിയാക്കി കൊണ്ടിരുന്ന് കാണലുണ്ട്. അപ്പോൾ അതൊരു ടേസ്റ്റുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും കഴിയില്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു ചോറ് മാത്രം മതി. ഞാനിന്ന് ബീഫ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോറും ഒരു അച്ചാറും കൂട്ടിയും കഴിച്ചാൽ ഹാപ്പിയാവും. അപ്പോൾ ബീഫ് നല്ല എന്താ പറയുക കുരുമുളകും പച്ചമുളകും മാത്രം ഇട്ടിട്ട് മല്ലിപ്പൊടിയൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയൊരു ബീഫാണ്. അപ്പോൾ ആ ഒരു ബീഫിന് പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് പെരുന്നാൾ പോലെ കേട്ടോ തേങ്ങാച്ചോറും ബീഫും ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു പപ്പടം മസ്റ്റാണ് തേങ്ങാച്ചോറിനൊപ്പം. തേങ്ങാച്ചോറ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, ഇത് കറിയൊന്നും വേണ്ട, ഈ ഒരു ചോറും ഒരു അച്ചാറും കൂടി അങ്ങനെ അങ്ങ് തിന്നാൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മടിയുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തോക്കട്ടോ. ഇന്നിവിടെ പെരുന്നാൾ തന്നെയാണ്. തേങ്ങാച്ചോറ് ബീഫാണ്, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. പപ്പടവും ഒരു റൈത്തയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായനെ. അപ്പോൾ മടിയുള്ള ദിവസങ്ങളൊന്ന് ട്രൈ ആക്കിക്കോ.